ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇൻസി ഡയറീസ്. ഇന്ന് ഞങ്ങൾ റിയാദിലേക്കുള്ളൊരു യാത്രയിൽ ഏകദേശം 3.5 മണിക്കൂറൊക്കെ വേണമായിരുന്നു യാത്രക്ക്. പക്ഷേ ഒലയിലുള്ള ബ്ലോക്കൊക്കെ കാരണം ഞങ്ങൾ ഒരു 4.5 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് റിയാദിലെത്താൻ. റിയാദിൽ ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. റിയാദിലേക്ക് കടന്നാൽ പിന്നെ വൈബ് വേറെ തന്നെയാണ് കേട്ടോ. ഫുള്ള് ബിൽഡിങ്സും ലൈറ്റ്സും. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. റിയാദിലുള്ള വൺ ഓഫ് ദ മെയിൻ സിറ്റിയാണ് ഒലയ്യ. ഇതാണ് കിങ് ഫഹദ് നാഷണൽ ലൈബ്രറി. നമ്മളിപ്പോൾ കാണുന്ന റിയാദിലെ വൺ ഓഫ് ദ ഐക്കോണിക് ബിൽഡിംഗ് ഇതാണ് മക്കളെ കിങ്ഡം ടവർ. നമ്മൾ പറയും മാല പോലെയുള്ള ബിൽഡിംഗ് എന്ന്. അവിടെ നിന്ന് ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വാദി നമറിലേക്കാണ്. ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തൊരു വാട്ടർഫോളാണ് കേട്ടോ വാദി നമർ. അവിടെ ബാർബിക്യൂ ചെയ്യാനും നമുക്ക് കുട്ടികൾ കളിക്കാനൊക്കെയുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ആ ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ ആ വെള്ളത്തിൽ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് നമ്മളെ കാണാൻ. പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഷെയർ ചെയ്ത് കഴിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ റിയാദിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ റിയാദിൽ നിന്ന് ബുറൈദയിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. ഈ റിയാദിലെ സുന്ദരമായ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ പോവുകയാണ് തിരിച്ച്. റിയാദിലെത്തിയപ്പോൾ മെട്രോയിൽ കയറണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ കാർഡ് വേണമെന്ന് കേട്ടപ്പോഴാണ് പിന്നെ ആ പ്രതീക്ഷ വിട്ടത്. കാരണം അത് പെട്ടെന്ന് നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. നോക്കിയാൽ ഈ ബിൽഡിംഗ് ആണോ എന്തോ ക്രിസ്റ്റൽ ആറ്റം വെച്ചതുപോലെ ഉണ്ടല്ലേ. യെസ്, നമ്മൾ ബോർഡ് കണ്ടിട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് ടു അവർ ഹോം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.